അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. വീണ്ടും പോയി ക്ഷണിക്കുവാനും ഒക്കെ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കതിൽ യാതൊരുവിധ ഈഗോയോ മുൻവിധിയോ ഒന്നുമില്ല. സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെയോ ഒരു 5 പൈസ പോലും അയ്യപ്പ സംഗമത്തിനായി വിനിയോഗിച്ചിട്ടില്ല. പരമാവധി ഞങ്ങൾ അങ്ങനെയാണ് ശ്രമിക്കുന്നത്. പൂർണ്ണമായും ഒരു സ്പോൺസർഷിപ്പിലാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയാത്തൊരു സാഹചര്യം. പൂർണ്ണമായും സ്പോൺസർഷിപ്പിൽ നടത്തുവാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ആ പരിശ്രമവുമായി തന്നെ ബോർഡ് മുന്നോട്ട് പോകും. ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയോ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ ഇത്തരം സംഘടനകളെ കൂടി താങ്കൾ പോയി നേരിട്ട് കണ്ട് ക്ഷണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നു? നമ്മൾ ഈ SNDP NSSനെയും അതുപോലുള്ള സംഘടനകൾക്ക് ആധികാരികമായിട്ടാണ് കാണുന്നത്. അതുപോലുള്ളൊരു ആധികാരികമായ സംഘടനയായി ഞങ്ങൾ ഇവരെ ഒന്നും കാണുന്നില്ല. ഞങ്ങൾക്ക് അവരുമായി അങ്ങനെ ചർച്ച നടത്താനും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും ആധികാരികമായ സാമുദായിക സാംസ്കാരിക സംഘടനകളെയാണ് ഞങ്ങൾക്ക് ക്ഷണിക്കാൻ സാധിക്കും. നമസ്കാരം, വാക്കുമറുവാക്കിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനം സർക്കാരും ദേവസ്വം ബോർഡും പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ തുടങ്ങിയ കോലാഹലങ്ങൾ അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. ഒടുവിൽ ഹൈക്കോടതിയുടെ മുന്നിലും വിഷയമെത്തി. ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള അയ്യപ്പ ഭക്തരെ ആകർഷിക്കുക, ശബരിമലയുടെ വികസനം, അതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥാപിത താല്പര്യവുമില്ല എന്ന് സർക്കാർ ആവർത്തിക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വർഷം പൊടുന്നനെ ഒരു അയ്യപ്പ ഭക്തി, അതിനു പിന്നിലെ രാഷ്ട്രീയമാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത്. നമസ്കാരം. അയ്യപ്പ സംഗമം, അതിൻ്റെ അലയൊലികൾ, ആ കോലാഹലത്തിൻ്റെ വിവാഹത്തിൻ്റെയൊക്കെ അലയൊലികൾ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ ഒരു സംഗമം നടത്താനായി തീരുമാനമെടുത്തപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി സിംഗപ്പൂർ മലേഷ്യ ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവരിൽ നിന്നാണ് ആദ്യമായി ഇങ്ങനൊരു കാഴ്ചപ്പാട്, ആഗോളതലത്തിൽ അയ്യപ്പന്മാരുടെ ഒരു കൂട്ടായ്മ വയ്ക്കണമെന്നുള്ളൊരു ആവശ്യം വരുന്നത്. അങ്ങനെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പിന്നീട് ഞങ്ങൾ തീരുമാനിച്ചു, പമ്പയിൽ അയ്യപ്പ സംഗമവും ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി അതിൻ്റെ വിളംബരവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആഗോളതലത്തിൽ അയ്യപ്പന്മാരുടെ ഒരു കൂട്ടായ്മ കൂടി സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അത് ഞങ്ങളുടെ ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ഈ ആശയം പങ്കുവച്ചപ്പോൾ അത് നല്ല ആശയമാണ്, നിങ്ങൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുകയും നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, എല്ലാവിധ സഹായവും പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിലൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല, ശബരിമലയുടെ വികസനമാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു പിന്തുണ, പൂർണ്ണമായ ഒരു പിന്തുണ നേടാൻ കഴിയാതെ പോയിരുന്നത്? അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, പ്രതിപക്ഷമാണ് പറയേണ്ടത്. സ്വാഭാവികമായും ഞങ്ങൾ ഇതിൻ്റെ ആലോചനാ ഘട്ടത്തിൽ തന്നെ മുഖ്യ രക്ഷാധികാരിയായ മുഖ്യമന്ത്രിയെയും 3 രക്ഷാധികാരികൾ, 1 ബഹുമാനപ്പെട്ട സ്പീക്കർ, 2 പ്രതിപക്ഷ നേതാവ്, 3 ദേവസ്വം വകുപ്പ് മന്ത്രി, ഇവരെയൊക്കെ ഉൾക്കൊള്ളിച്ചാണ് മുന്നോട്ട് പോയത്. അദ്ദേഹത്തെ നേരിട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയും ഞാനുമൊക്കെ കത്തയക്കുകയും ക്ഷണിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അത് ഓരോരുത്തർക്കും ഓരോരുത്തരായ രാഷ്ട്രീയവും മറ്റ് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്കതിൽ ഇപ്പോഴും ഒരു ഈഗോയൊന്നുമില്ല. വീണ്ടും ആ അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. വീണ്ടും പോയി ക്ഷണിക്കുവാനും ഒക്കെ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കതിൽ യാതൊരുവിധ ഈഗോയോ മുൻവിധിയോ ഒന്നുമില്ല. അവരെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെ, ഇതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കണമെന്നുള്ള വിനയപൂർവ്വമായ അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അന്ന് പ്രതിപക്ഷ നേതാവിനെ കാണാനായി കന്റോൺമെൻറ്റ് ഹൗസിൽ പോയത് നമുക്ക് വലിയ രീതിയിൽ വാർത്തയായിരുന്നല്ലോ. താങ്കൾ കാണാൻ കൂട്ടാക്കിയില്ല എന്ന രീതിയിലൊക്കെ വാർത്ത പ്രചരിച്ചു. അത് ഏതെങ്കിലും രീതിയിൽ അല്ല, ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു വിവാദങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. അതൊക്കെ പോയ കഥകളല്ലേ. വീണ്ടും അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോകാനും അദ്ദേഹം വരുമെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോകാൻ ഞാൻ തയ്യാറാണ്. പിന്നെന്താ, എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ ക്ഷണിക്കാനും, അദ്ദേഹം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷ നിരയിലെ ആരുമായും ഡിസ്കസ് ചെയ്യാനും സംസാരിക്കുവാനും പോയി ക്ഷണിക്കുവാനും ഒക്കെ എനിക്ക് യാതൊരു മടിയുമില്ല.
പക്ഷേ ഈ UDF യോഗം ചേർന്ന് ഈ അയ്യപ്പ സംഗമത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് യോഗം ചേർന്ന് തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും ഒരു വ്യക്തത വരുത്താൻ, ആ തീരുമാനത്തിലൊരു വ്യക്തത വരുത്താൻ UDF കഴിഞ്ഞിട്ടുമില്ല. അത് പങ്കെടുക്കില്ല എന്നോ അല്ലെങ്കിൽ അതിനോട് യോജിക്കില്ലെന്നോ സഹകരിക്കില്ല എന്നോ ഒരു പൂർണ്ണമായി പറയാൻ, വ്യക്തമായി പറയാൻ ഇപ്പോഴും UDF കഴിയുന്നില്ല. പക്ഷേ മറുഭാഗത്ത് BJP അങ്ങനെയല്ല. BJP തുടക്കം മുതൽ ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നത് BJP ആണ്. അന്ന് അവർ ഉയർത്തിയിരുന്ന ഒരു ന്യായീകരണം അവർക്ക് പറയാനുള്ളത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ എന്തുകൊണ്ട് ക്ഷണിച്ചു എന്നുള്ളതാണ്. അവിടെ BJPയുടെ ആ ഒരു കൺസേൺ അല്ലെങ്കിൽ അവരുടെ ഒരു ആശങ്ക അതൊരു കാര്യപ്രസക്തിയുള്ള ആശങ്കയാണോ, അല്ലെങ്കിൽ ആ ആശങ്കയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് മറുപടി നൽകുന്നത്? അല്ല, BJPയുടെ പ്രതിഷേധവും UDFൻ്റെ പ്രതിഷേധവും ഞാൻ ഒന്നായി കാണുന്നില്ല. അത് രണ്ട് രീതിയിലാണ് ഞാൻ കാണുന്നത്. BJPക്ക് ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് സ്വാഭാവികമായും. കാരണം വിശ്വാസവുമായി ബന്ധപ്പെട്ടെല്ലാം ഞങ്ങളുടെ കുത്തകയാണ് എന്നുള്ളൊരു ഒരു സ്വാഭാവികമായൊരു ധാരണ അവർക്കുണ്ട്. അതങ്ങനെയൊന്നുമല്ലല്ലോ. വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും വിശ്വസിക്കാനുള്ള അവകാശമുണ്ടല്ലോ. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടിനെയും രണ്ടായാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്ക് അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ UDF അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്നത് UDF ആണ്. ആ പ്രതിപക്ഷം ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ് വീണ്ടും എനിക്ക് പറയുവാനുള്ളത്. പക്ഷേ അതേസമയം BJPക്ക് സഹകരിക്കേണ്ട, BJPയുടെ സഹകരണം ആവശ്യമില്ല എന്ന നിലപാടല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഇപ്പോൾ അവരെ സഹകരണം വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഒരു വേളയിലും. ആദ്യമായി ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ഇൻവിറ്റേഷൻ അയക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കേന്ദ്രമന്ത്രിമാർക്ക് അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെ, ബഹുമാനായ നിതിൻ ഗഡ്കരി ഉൾപ്പെടെ, ബഹുമാനായ പീയൂഷ് ഗോയൽ ഉൾപ്പെടെ എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനും, നമ്മുടെ ബഹുമാനായ ഇവിടുത്തെ കേരളത്തിലെ ബഹുമാനായ ശ്രീ സുരേഷ് ഗോപി, ശ്രീ ജോർജ് കുര്യൻ, ഇവർക്കൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ കത്തുകൾ അയച്ചതാണ്. ഞാൻ പോയി നേരിട്ട് ബഹുമാനായ സുരേഷ് ഗോപിയെ കൊണ്ട് ക്ഷണിച്ചതാണ്. വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റവും ശബരിമലയ്ക്ക് എല്ലാവിധമായ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ആലോചിച്ച് പറയാം എന്നാണ് പറഞ്ഞത്. അതിന് വരാമെന്നൊന്നും അദ്ദേഹം ഉറപ്പ് നൽകി. അതായിരിക്കാം അത് അദ്ദേഹത്തിന് നല്ല അവകാശമുണ്ടല്ലോ. അപ്പോൾ പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ പിന്തുണയാണ്. നമുക്ക് ശബരിമലയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടത്തണം, അതിന് നമുക്ക് സഹകരിക്കാം എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെ കുറിച്ചൊന്നും എന്നോടൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ അത് അങ്ങ് ശരിക്കും അദ്ദേഹത്തെ അതിൽ ക്ഷണിക്കാൻ തന്നെയാണ് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് അദ്ദേഹം വ്യക്തത വരുത്തിയില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കാണണ്ടേ. എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് BJP നേതാക്കളെയും ഒക്കെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. BJP നേതാക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭരണ സംവിധാനത്തെ മുഴുവൻ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അതിലൊന്നും ഞങ്ങൾക്കൊരു മുൻവിധിയുമില്ല. പക്ഷേ അവർ തുടക്കം മുതലേ ഒരു വേറൊരു ബദൽ സംവിധാനത്തിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഒരു സർക്കാരിന് ഇത് നടത്താൻ അവകാശമില്ല എന്നുള്ളതാണ്. ആ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം എങ്ങനെയാണോ സംഘടിപ്പിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ഇതിനെ വേറിട്ട് കാണേണ്ട കാര്യമില്ല. അപ്പോൾ അതായിരുന്നു അവരുടെ പ്രശ്നം. ഇപ്പോൾ BJP പക്ഷേ അങ്ങനെ ഒരു ഇടത് സർക്കാർ എന്തുകൊണ്ടൊരു ആചാരങ്ങളിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് അവർ ആദ്യം ഉയർത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ എന്തുകൊണ്ട് ക്ഷണിച്ചു? മറ്റെത്രയോ സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാരുണ്ട്, എന്തുകൊണ്ട് തമിഴ്നാട്? കാരണം സ്റ്റാലിനോടുള്ള ആ നിലപാട് അവർ പറയുന്നുണ്ട് കൃത്യമായി. ഈ ഹൈന്ദവ വിശ്വാസങ്ങളെ ഉദയനിധി സ്റ്റാലിനും ഏത് നിലപാടാണ് പരസ്യമായി ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഈ ഹൈന്ദവ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന അയ്യപ്പ സംഗമത്തിൽ എങ്ങനെ മുഖ്യ ക്ഷണിതാവായി സർക്കാർ കൊണ്ടുവന്നൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത്. ഇപ്പം നമ്മൾ ഈ രജിസ്ട്രേഷൻ നടക്കുന്നു. ആ രജിസ്ട്രേഷനിൽ പോലും നമ്മൾ കാണുന്നൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. ഞങ്ങളുടെ വരുമാനത്തിൻ്റെ, ശബരിമലയ്ക്ക് വരുന്ന വരുമാനത്തിൻ്റെ ഏതാണ്ട് പകുതിയിലധികം ആളുകൾ സംഭാവനയൊക്കെ വരുന്ന അവിടെ നിന്നാണ്. മാത്രമല്ല തമിഴ്നാട്ടിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ശേഖർ ബാബു കഴിഞ്ഞ സീസണിൽ ഞങ്ങൾക്ക് നൽകിയ സംഭാവന, അത് ലഘുഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ നൽകുന്ന കാര്യത്തിലായാലും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുവാൻ തമിഴ്നാടിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി കാണിച്ചൊരു മര്യാദയുണ്ട്. ആ മര്യാദയാണ് ഞങ്ങൾ തിരിച്ചും കാണിച്ചത്. മാത്രമല്ല അത് അദ്ദേഹം, നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ നേരിട്ട് പോയി ക്ഷണിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ മാത്രമല്ല, ഞങ്ങൾ എല്ലാ മുഖ്യമന്ത്രിമാർക്കും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നമ്മൾ കത്തയച്ചു. അപ്പോൾ ഞങ്ങൾ കത്തയച്ചപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് കാണാനുള്ള അപ്പോയിൻമെൻറ്റ് തന്നത്. വിശ്വാസങ്ങളെയും സനാതന ധർമ്മത്തെയൊക്കെ പരസ്യമായി വെല്ലുവിളിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മകൻ, അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം സ്വാഭാവികമായും ഹൈന്ദവരുടെ ഒരു വൈകാരികമായി അവരെ വേദനിപ്പിക്കുന്നതല്ലേ? ഞാൻ അത്തരം വിവാദങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല.
സനാതന ധർമ്മത്തെക്കുറിച്ചും ഹൈന്ദവതയെക്കുറിച്ചും അതിൻ്റെ ഒരു വിവാദങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രിയല്ലേ, ഫെഡറൽ സംവിധാനത്തിലൊരു മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? ഒരു ഉപമുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഞങ്ങൾക്ക് ഈ വിവാദങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല. ഞങ്ങൾ ഇപ്പോൾ ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് ശബരിമലയുടെ ഒരു ആഗോള പ്രസക്തി ഇത് കൂടുതൽ വ്യാപിപ്പിക്കുക, അവിടെ അടിസ്ഥാനപരമായ വികസനം ഉണ്ടാക്കുക. പക്ഷേ ആ സ്പോൺസർമാരുടെയൊക്കെ ഒരു കണക്കുകൾ പുറത്തുവിടാൻ അത് തീർച്ചയായും സുതാര്യമായി തന്നെ അങ്ങനെ പറഞ്ഞല്ലോ, കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ 45 ദിവസത്തിനുള്ള അതിൻ്റെ കണക്കും സ്പോൺസർ. ഞങ്ങൾക്ക് എന്താ അതിന് മടി? ഞങ്ങൾക്ക് എത്രയോ ബാങ്കുകളുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബാങ്കുകളുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ നിൽക്കുന്ന എത്രയോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാം ഇതിപ്പം ഈ ശബരിമലയിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും. ഇതൊക്കെ സ്പോൺസർമാരൊക്കെ തന്നെ അവരുടെ പേര് വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തും. അതൊക്കെ തടസ്സമെന്ന് വെച്ചാൽ അവരുടെയും കൂടി ചോദിക്കണമല്ലോ, അവരുടെ താല്പര്യം കൂടെ വേണമല്ലോ. ചില ആളുകൾ പിന്നെ സമർപ്പിക്കുമ്പോൾ അവരുടെ പേരോ വിവരങ്ങളോ തരാതെ സമർപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, ആഗ്രഹിക്കാത്ത ആളുകളുണ്ടല്ലോ. അതൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഏത് ക്ഷേത്രങ്ങളും എടുക്കട്ടെ, സർക്കാരിൻ്റെ പൂർണ്ണമായും സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും വരുമാനം കൊണ്ട് മാത്രമാണോ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്? അയ്യപ്പ സംഘവും കഴിഞ്ഞൊരു 45 ദിവസത്തിനുള്ളിൽ ഈ കണക്കുകൾ കൃത്യമായി ഓടിച്ചു നടത്തി കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് യാതൊരു സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. എന്താണ് സാങ്കേതിക തടസ്സം പറയേണ്ട കാര്യം? സാങ്കേതിക തടസ്സം പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഞാൻ പറയുന്നത് ഞങ്ങളുടെ കുറേ ബോർഡുകൾ, എത്രയോ ബോർഡുകൾ വന്നിരിക്കുന്നു. അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളും സുതാര്യമായി കഴിഞ്ഞു. ശബരിമലയിലെ പിന്നെ വഴിപാടുമായി ബന്ധപ്പെട്ട അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും എല്ലാം ഈ ടെൻഡറാണ്. മരാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഈ ടെൻഡറാണ്. ഞങ്ങൾക്കിതിൽ ആരെയും ഒളിച്ചു വയ്ക്കാനില്ല. അപ്പോൾ ഇത് ശരിക്കും സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെയോ ഒരു 5 പൈസ പോലും അയ്യപ്പ സംഗമത്തിനായി വിനിയോഗിച്ചിട്ടില്ല. പരമാവധി ഞങ്ങൾ അങ്ങനെയാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പൂർണ്ണമായും ഒരു സ്പോൺസർഷിപ്പിലാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയാത്തൊരു സാഹചര്യം. പൂർണ്ണമായും പിന്നെ സ്പോൺസർഷിപ്പിൽ നടത്തുവാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ആ പരിശ്രമവുമായി തന്നെ ബോർഡ് മുന്നോട്ട് പോകും. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിവിധ സ്പോൺസർമാരെയൊക്കെ സമീപിച്ചിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ആ ഭാഗത്ത് നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. നല്ല റെസ്പോൺസാണല്ലോ സ്വാഭാവികമായും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സ്പോൺസർഷിപ്പിൽ ഞങ്ങൾ ചെയ്യുമെന്നുള്ളൊരു ആത്മവിശ്വാസം പറയുന്നത്. ഈ പന്തളം കൊട്ടാരത്തിൻ്റെ ഒരു പിന്തുണ എന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ പോലും പൂർണ്ണമായി ഉറപ്പാക്കാൻ കഴിയാതെ പോകുന്നത്? ആരാണ് പറഞ്ഞത് പന്തളം കൊട്ടാരത്തിൻ്റെ പിന്തുണ? പൂർണ്ണമായും അവരുടെ ഒരു സഹകരണം. ഞങ്ങൾ എത്രയോ കാലങ്ങളായി ഞങ്ങൾക്ക് മുമ്പുള്ള ബോർഡുമായാലും ശരി കൃത്യമായ സഹകരണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അവർ ഞങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഞങ്ങളിത് ആലോചിച്ചിട്ട് ഞങ്ങൾക്കൊരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റി കൂടി അതിൻ്റെ പിന്നെ കാര്യങ്ങൾ അപ്പോൾ പറയാം. എന്തായാലും പൂർണ്ണമായും ഞങ്ങൾ സഹകരിക്കുന്നതിനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഒരു യോഗം കൂടി തീരുമാനിക്കാൻ മാത്രം അവരെ ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടല്ലോ. അല്ലല്ലോ, അത് അവരങ്ങനെയാണല്ലോ. അവരൊരു കമ്മിറ്റിയാണല്ലോ, അവർക്കൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഇത്രയൊക്കെ ഒരു വിവാദമാക്കിയ ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരൊരു യോഗം കൂടി തീരുമാനിക്കണമെന്ന് പറയുമ്പോൾ നമുക്കതിന് അല്ലാന്ന് പറയാൻ പറ്റുമോ? SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയപ്പോൾ വലിയ സഹകരണം, പൂർണ്ണമായ ഒരു പിന്തുണയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അത്തരത്തിലുള്ളൊരു സമീപനമായിരുന്നില്ലല്ലോ പെരുന്നയിൽ നിന്ന്. ആരാ പറഞ്ഞത് അങ്ങനെ? ഞാൻ രണ്ടുപേരെയും ഒരേ ദിവസമാണ് കണ്ടത്. ഞങ്ങൾക്കതൊരു ആശങ്കയും തോന്നിയില്ല. അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇറങ്ങി വന്ന് അദ്ദേഹം പൊതുവായൊരു പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചു. 2 ശൈലിയാണ്. ഞങ്ങൾ അതേ സമയത്ത് തന്നെയാണ് സുമാർ സാറിനെ കണ്ടത്. സാറ് പൂർണ്ണമായും ഒരാശങ്കയ്ക്കും ഇടയില്ലാതെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രതിനിധി തീർച്ചയായും NSSൻ്റെ പ്രതിനിധി ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും, എൻ്റെ ഒരു മെസ്സേജും അവിടെ അവതരിപ്പിക്കുമെന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം മാധ്യമങ്ങളോട് പറഞ്ഞേക്കണം. മാധ്യമങ്ങളെ കാണുന്ന ഒരു രീതി എനിക്കില്ല, അതുകൊണ്ട് അത് അർത്ഥശങ്കയ്ക്കില്ലാതെ അവിടെ പറഞ്ഞേക്കണം എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംഘടന, ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയോ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ, ഇത്തരം സംഘടനകളെ കൂടി താങ്കൾ പോയി നേരിട്ട് കണ്ട് ക്ഷണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നു? ഞാൻ പറയുന്നത് ഏതിനും ഒരു ആധികാരികമായും അല്ലാതെയുമുള്ള സംഘടനകളുണ്ട്. നമ്മൾ ഈ SNDPയും NSSനെയും അതുപോലുള്ള സംഘടനകൾക്ക് ആധികാരികമായിട്ടാണ് കാണുന്നത്. അതുപോലുള്ളൊരു ആധികാരികമായ സംഘടനയായി ഞങ്ങൾ ഇവരെയൊന്നും കാണുന്നില്ല. ഞങ്ങൾക്ക് അവരുമായി അങ്ങനെ ചർച്ച നടത്താനും പറ്റില്ലല്ലോ. ഇതിൽ പല രീതികളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആധികാരികമായ സംഘടനകൾ, ഈ പറയുന്ന ഹിന്ദു ഐക്യവേദി ആയാലും ക്ഷേത്ര സംരക്ഷണ സമിതി ആയാലും ഇതിലെല്ലാം ഉണ്ടല്ലോ ഇവരെല്ലാം. അപ്പോൾ സ്വാഭാവികമായും ആധികാരികമായ സാമുദായിക സാംസ്കാരിക സംഘടനകളെയാണ് ഞങ്ങൾക്ക് ക്ഷണിക്കാൻ സാധിക്കുക. അത് ഞങ്ങൾ ചെയ്തു. പക്ഷേ ഹിന്ദു ഐക്യവേദി ഇപ്പോഴും ഇതിന് പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഇതിനെ വിയോജിച്ച് രംഗത്ത് നിൽക്കുന്നു. മാത്രമല്ല അവർ ബദൽ അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നു. കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാനും ഒക്കെ അവർക്ക് അവകാശമുണ്ടല്ലോ. ജനാധിപത്യ രാജ്യമല്ലേ.
അവർക്ക് ഇപ്പോൾ ഭഗവാന് ഞങ്ങൾക്ക് മാത്രമേ ഭഗവാനെ പേരിലൊരു അയ്യപ്പ സംഗമം നടത്താൻ ദേവസ്വം ബോർഡിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? വിശ്വാസികളായിട്ടുള്ള ആർക്കും ഏത് കാര്യവും പിന്നെ സംഘടിപ്പിക്കുവാൻ ഉള്ള അവകാശമുണ്ടല്ലോ. ഏറെക്കുറെ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ക്ഷണിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ മാത്രമാണോ ഈ ക്ഷണം ഒതുക്കി നിർത്തുന്നത്? അല്ലല്ല, ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്കും കത്തയച്ചിട്ടുണ്ട്. അതിൽ മിക്ക ദേവസ്വം വകുപ്പും പല സ്ഥലത്തും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലായിടത്തും കത്തയച്ചിട്ടുണ്ട്. പ്രവാസികളുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെയും പ്രവാസി സംഘടനകളെയൊക്കെ ചേർത്ത് നിർത്തി തന്നെയാണോ ഇത്തരത്തിലൊരു അയ്യപ്പ സംഘം സംഘടന? അപ്പോൾ ഇവിടെ സഹായം ഞങ്ങൾ തേടിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ ആളുകൾ അവരുടെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. നമ്മളെ വിവിധ മലയാളികൾ മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ എവിടെ നോക്കിയാലും മലയാളികളുണ്ടല്ലോ. ആ മലയാളികളിൽ കേരള സഭയിൽ പങ്കെടുക്കുന്ന മലയാളികൾ, അയ്യപ്പ വിശ്വാസികളായ മലയാളികൾ ഇതിൽ പങ്കെടുക്കാമെന്ന് വന്നിട്ടുണ്ട്. പിന്നെ എയിമ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മലയാളി സംഘടനകളുണ്ടല്ലോ, വിവിധ സംസ്ഥാനങ്ങളിലുള്ള അവരുടെ പ്രതിനിധികൾ ഉണ്ടാവും. അവരെല്ലാം കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റു സന്യാസി സഭകളിലെ ആചാര്യന്മാരെയോ പ്രതിനിധികളെയോ ഒന്നും തന്നെ വിളിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ്. അല്ല, ഞങ്ങളെല്ലാവരും അത്യാവശ്യം എല്ലാ അമ്പലങ്ങളിലെയും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ടല്ലോ, അയ്യപ്പ ക്ഷേത്രങ്ങളിലെല്ലാം പ്രതിനിധികൾ ആ ലിസ്റ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അവരെല്ലാം ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ വി.ഡി. സതീശൻ വരണമെന്ന് താങ്കൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ താങ്കൾ നേരിട്ട് ക്ഷണിക്കുകയോ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്നൊന്നും വലിയ താല്പര്യം ഇല്ല. ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല. ഞങ്ങൾക്കങ്ങനെ BJP കോൺഗ്രസ് എന്നുള്ളതല്ല, ഒരു പ്രതിപക്ഷമല്ലേ. ഒരു ഭരണ സംവിധാനം എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ഭരണപക്ഷം ഒപ്പം പ്രതിപക്ഷവും ഉണ്ടല്ലോ. അപ്പോൾ അവരെ കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഒപ്പം ഞങ്ങൾ BJP CPM എന്നുള്ളത് ഞങ്ങളിതിൽ പറയുന്നില്ലല്ലോ. ഞങ്ങൾ പറയുന്നത് പിന്നെ BJPയുമായി ബന്ധപ്പെട്ടാണല്ലോ കേന്ദ്രമന്ത്രിമാർ. അവരെ ഞങ്ങൾ മാറ്റി നിർത്തിയില്ലല്ലോ. അവരെയാണല്ലോ നമ്മൾ ആദ്യം ക്ഷണിച്ചത്. BJPയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനെ സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, CPM കേരളം ഭരിക്കുന്നത് CPM നേതൃത്വത്തിലുള്ള സർക്കാരല്ലേ, CPIയുടെ നേതൃത്വത്തിലുള്ള സർക്കാരല്ലേ. CPI സംസ്ഥാന സെക്രട്ടറിയും CPM സംസ്ഥാന സെക്രട്ടറിയും ക്ഷണിക്കാൻ പറ്റുമോ? ഇതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ വേദി അല്ലല്ലോ. ഇതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് ഭക്തജനങ്ങൾ, അവർ ഇവിടെ വന്ന് പറയുന്നത് ആർക്ക് മുന്നിലാണ്? ജനപ്രതിനിധികൾക്ക് മുന്നിലല്ലേ. അപ്പോൾ ജനപ്രതിനിധികൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കും. ഞങ്ങളിതിൽ രാഷ്ട്രീയം കാണുന്നില്ല, ഞങ്ങൾ പറഞ്ഞില്ലേ. അപ്പം BJP CPM CPI അങ്ങനെ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇവിടെ അയ്യപ്പ ഭക്തരെ കൊണ്ടുവരിക, അവരുടെ പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. അത് പ്രധാനമന്ത്രിയാവട്ടെ, മുഖ്യമന്ത്രിയാവട്ടെ, മറ്റ് കേന്ദ്രമന്ത്രിമാരാവട്ടെ, MLAമാരാവട്ടെ, MPമാരാവട്ടെ, ഈവൻ പഞ്ചായത്ത് മെമ്പർമാരാവട്ടെ, അവർക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളിതൊരു ലക്ഷ്യം വയ്ക്കുന്നത്. അല്ലാതെ ഇതൊരു പാർട്ടികളുടെ സംഘടന വേദി അല്ല. സംഘപരിവാർ സംഘടനകളെയൊക്കെ ക്ഷണിക്കുന്നുണ്ടോ ഇതിൽ പ്രത്യേകിച്ച്? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഘപരിവാർ സംഘടന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന എന്നില്ല. നമുക്കങ്ങനെ ഒഫീഷ്യലായി അവരെയൊക്കെ ഈ സംഘപരിവാർ സംഘടനകളെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഇപ്പോൾ CPMനെയും മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ നമുക്ക് ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. ഔപചാരികമായ സംഘടനകളിലേക്ക് നമുക്ക് ക്ഷണിക്കാൻ പറ്റൂ. എന്നാൽ ഇതിൽ ആരെങ്കിലും വരാൻ താല്പര്യം കാണിച്ചാൽ ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു അയ്യപ്പ സംഘം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായ അയ്യപ്പനോട് ഒരു പ്രത്യേക ഭക്തിയും താല്പര്യം, അതിലെ രാഷ്ട്രീയമാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. അല്ല, ഞങ്ങൾ കഴിഞ്ഞ പിന്നെ എത്രയോ ബോർഡുകൾ വന്നുപോയി. ആ ബോർഡിൻ്റെ സമയത്തെല്ലാം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനാണല്ലോ പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന്. 2016 സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ളൊരു മുഖ്യമന്ത്രി ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നല്ലോ. അതിനുശേഷം അവിടെ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾ നോക്കൂ. അപ്പോൾ അത് നമ്മളിപ്പോഴും നോക്കേണ്ടത് ഒരു ഡെവലപ്മെൻറ്റ്സ് അല്ലേ. ഈ ബോർഡ് വന്നതിന് ശേഷം ഞങ്ങളെല്ലാം പൂർണ്ണ വിശ്വാസികളായി നിന്നുകൊണ്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഗംഭീരമായി നടത്തിയില്ലേ? അത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. അന്നൊന്നും ഈ ആക്ഷേപം വന്നില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിതിപ്പോൾ വച്ചത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചതാണ്. പക്ഷെ നടത്തിയത് ഞങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പേരിലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഓക്വേർഡായി അവർ പറയുന്നത്. പക്ഷേ അങ്ങ് പറഞ്ഞ ഈ 2016 മുതൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ശബരിമലയിലുണ്ടായ വികസന നേട്ടങ്ങൾ അങ്ങ് പറയുമ്പോഴും ആ പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ് നമ്മൾ ഈ ശബരിമലയിൽ യുവതീ പ്രവേശനം ബന്ധപ്പെട്ട ശബരിമല കണ്ട ഏറ്റവും വലിയ എക്കാലത്തെയും വലിയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചതും ആ സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ്. അത് നമുക്ക് അതിൻ്റെ കൂടെ പറയാതിരിക്കാൻ പറ്റും. ഞാനതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്നില്ല. അതെങ്ങനെയാണ് സാധ്യമായതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അതിലൊരു സർക്കാരിന് സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം.
അപ്പോൾ അത് ഭരണഘടനാപരമായ ഒരു കാര്യങ്ങളാണ്. അതിൻ്റെ വിവാദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആരാണ് അതിന് ആദ്യമായി നിലപാടുകൾ, ആർക്കൊക്കെ അതിന് ഈ വിധി വരുന്നതിന് മുമ്പ് ആർക്കൊക്കെ എന്തൊക്കെയായിരുന്നു നിലപാടുകളെന്ന് എന്നൊക്കെ നമ്മളിവിടെ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അന്നുണ്ടായ സംഭവവികാസങ്ങളെല്ലാം അതെല്ലാം മാറിയ കഥകളാണ്. ഞാൻ ചോദിക്കട്ടെ, അതേ സർക്കാർ തന്നെയല്ലേ കഴിഞ്ഞ 4-5 വർഷക്കാലമായി ഒരു പരാതിയോ പരിഭ്രമമോ ഇല്ലാതെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്? നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ സഹായമൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും ഉണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ല. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഈ പറയും പോലെ പിന്നെ കുറേ കാര്യങ്ങൾ വേണം, അല്ലലില്ലാതെ പോകുന്നു. കാരണം 840 കോടിയാണ് നമ്മുടെ വരുമാനം. അതിൽ 600 കോടി രൂപ വരുന്നത് ശബരിമലയിൽ നിന്നാണ്. 50-ൽ താഴെ ക്ഷേത്രങ്ങളിലാണ് സ്വയം പര്യാപ്തമായി ഉള്ളത് എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 6200 ഇപ്പോഴും ലൈവായി പോകുന്ന ജീവനക്കാരുണ്ട്. 5300ഓളം പെൻഷൻകാരുണ്ട്. 2500ഓളം ഫാമിലി പെൻഷൻകാരുണ്ട്. ഇവർ ഡയറക്റ്റാണ് ഇവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നത്. ഇൻഡയറക്റ്റായുണ്ട്. പൂത്തട്ട് നടത്തുന്നവർ ഈ ക്ഷേത്രങ്ങൾക്കുള്ളിൽ സാമ്പ്രാണി കച്ചവടം, അതുപോലെ തന്നെ പൂജാദ്രവ്യങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അതുവരെ 10-35,000 അപ്പം ഇവരെല്ലാം നമ്മൾ ഈ പരിപാലിച്ച് കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളോരോ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങൾക്ക് ഇപ്പം വിശ്വാസികൾ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വികസന പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ നടത്താൻ സാധിക്കുന്നില്ല. നടത്താൻ പറ്റാത്ത എന്താ? അപ്പം അതിനുള്ള വരുമാനം ആ ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്നില്ല. ഇപ്പോൾ നിലവിൽ ഈ ശബരിമലയുടെ ഈ വരുമാനം കൊണ്ട് ഈ ക്ഷേത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. പ്രായോഗിക ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളിങ്ങനെ കൊണ്ടുപോവുകയാണ്. പക്ഷേ അത് വീണ്ടും കൂടുതൽ വരുമാനം അഭിവൃദ്ധി പ്രാപിക്കേണ്ടതുണ്ട് വരുമാനത്തിൽ. ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് കൊണ്ട് ഏത് രീതിയിലൊരു ഫണ്ടിങ് ആണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങളൊന്നും ശബരിമലയിലെ അടിസ്ഥാന വികസനം ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശബരിമലയിൽ അടിസ്ഥാന വികസനം ചർച്ച ചെയ്യുക, നടപ്പിലാക്കുക. ചർച്ചയോട് ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കൂടെ വേണ്ടേ? അപ്പോൾ ആ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ മാസ്റ്റർ പ്ലാൻ നിന്നുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നടപ്പിലാക്കിക്കൊണ്ട് പോവുക. പരിപൂർണമായും ഒരു 6 മാസം കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമ്പൂർണ്ണമായും കമ്പ്യൂട്ടറൈസേഷനിലേക്ക് മാറിക്കഴിയും. അതിനപ്പുറത്തേക്ക് ഈ വികസനത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ടിങ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ സംഗമം? അതാണ് ഞാൻ പറയുന്നത്. അത് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിന്നെ ശബരിമലയിൽ മാത്രമല്ലല്ലോ, എത്രയോ അമ്പലങ്ങളിൽ CSR ഫണ്ട് വരുന്നുണ്ട്, CSR ഫണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സമർപ്പണമുണ്ട്. ദേവസ്വം ബോർഡ് ഒരു വികസനം നടത്തുമ്പോൾ അതിൽ ചിലപ്പോൾ 50-60% മാത്രമേ ദേവസ്വം ഫണ്ടിൽ നിന്ന് കൊടുക്കൂ. ബാക്കി അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ അവരെ ക്രോഡീകരിച്ച് ഉപദേശ സമിതികളിൽ വഴിയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉത്തരവ്, അതൊരു അപ്രതീക്ഷിതമായി ഉണ്ടായൊരു ഉത്തരവാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു നടപടി കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? അപ്രതീക്ഷിതമല്ല, ഇതൊക്കെ സാധാരണഗതിയിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അവിടെ ഈ സ്പെഷ്യൽ കമ്മീഷണറാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തത്. അല്ല, അതെനിക്കറിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ അതിനെ സംബന്ധിച്ച് അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഈ ഭക്തജനങ്ങളിൽ ഈ ശ്രീകോവിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ വന്നിട്ട് നാണയം അങ്ങ് വലിച്ചെറിയുകയാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ അത് സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. കാരണം എവിടെ നിന്ന് വേണോ വരും. ഭക്തജനങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നതാണ്, ശ്രീകോവിലേക്ക് വാരി എറിയുകയാണ്. ഇത് എറികൊണ്ട് ഈ പിന്നെ സ്വർണ്ണപ്പാളികൾ കീറിപ്പോയി, കേടുപാടുകൾ പറ്റി. അപ്പോൾ അത് ശബരിമലയുടെ ഒരു ചൈതന്യമുള്ള ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട തന്ത്രിമാരുടെ റെക്കോർഡുകളായിട്ടുള്ള കത്ത് കിട്ടി. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ പൂർണ്ണമായും വീഡിയോ ചിത്രീകരിച്ച് സുരക്ഷിത വാഹനത്തിലേക്കാണ് ഞങ്ങളിവിടെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി ഇത് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു കാര്യം, സാങ്കേതികമായൊരു കാര്യം വരുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് 2023 തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. ആ സമയത്ത് അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിരുന്നു. സ്പെഷ്യൽ കമ്മീഷൻ ഇപ്പോൾ മാറിയാണ്. അപ്പം അങ്ങനെ അറിയിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു സാങ്കേതികമായ കാര്യങ്ങളാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്താ? ഞങ്ങളെന്തോ അരുതാത്ത പ്രവൃത്തി ചെയ്തു, ഞങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നൊക്കെയാണ്. ഞങ്ങൾ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്നത് ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കും. അല്ലാതെ ഇതിനെ സംബന്ധിച്ച് അരുതാത്തതൊന്നും അവിടെ നടന്നിട്ടില്ല. ചെറിയൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയിട്ട് കോടതിയോട് പറയേണ്ട രീതിയിൽ ഞങ്ങൾ ദേവസ്വം ബോർഡ് തന്നെ അത് പറഞ്ഞ് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഞങ്ങളെന്തോ കള്ളന്മാരും കൊള്ളക്കാരും എന്നാണ്. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് താങ്ക് യു വെരി മച്ച്.